വിയറ്റ്നാമിലെ ദനാങ് സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ബാണ ഹിൽസിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ബാണ ഹിൽസിലെ തന്നെ മറ്റൊരു അത്ഭുതമായ ഗോൾഡൻ ബ്രിഡ്ജ് കാണാനായിട്ടാണ് ഇപ്പോൾ നാം എലിവേറ്റർ ഇറങ്ങി താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബാണ ഹിൽസിൻ്റെ മറ്റൊരു പാതയിലൂടെയാണ് നാം ഇപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ബാണ ഹിൽസിലേക്ക് കയറിപ്പോയ അതേ കേബിൾ കാറിലല്ല നാം ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരേണ്ടത്. കാരണം ഈ ഗോൾഡൻ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ എലിവേറ്ററിൽ നാം താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം എത്തിച്ചേരുക ഇപ്പോൾ ഒരു ഷോപ്പിലേക്കാണ്. പ്രവാസികൾക്കായി ധാരാളം മൊമെൻറ്റോകൾ ഒരുക്കിയിരിക്കുന്ന ഒരു സോവനിർ ഷോപ്പ് കടന്ന് ഇപ്പോൾ നാം വിയറ്റ്നാമിൻ്റെ തന്നെ മുഖമുദ്രയായ ഗോൾഡൻ ബ്രിഡ്ജിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ എൻട്രൻസിൽ തന്നെ വിവിധ രാജ്യങ്ങളുടെ പതാകകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തുന്ന യാത്രികരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാജ്യത്തിൻ്റെ പതാകയേന്തി ഇവിടെ നിന്നും മനോഹരമായ ഫോട്ടോകൾ എടുക്കുക എന്നത് തന്നെ വളരെ ഹരമുള്ള ഒരു കാര്യമാണ്. വിയറ്റ്നാമിൻ്റെ തന്നെ മുഖമുദ്രയായ ഗോൾഡൻ ബ്രിഡ്ജ് അത്ര മനോഹര പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന ഇടത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതി സൗന്ദര്യം എങ്ങും തുളുമ്പി നിൽക്കുന്ന മനോഹര കാഴ്ചയാണ് നാം ഈ ഗോൾഡൻ ബ്രിഡ്ജിൽ നിന്നും എവിടെയും കാണാൻ സാധിക്കുക. കൈവെള്ളയ്ക്കുള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അത്ഭുത നിർമ്മിതിയാണ് ഈ ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ ഗോൾഡൻ ബ്രിഡ്ജിലൂടെ നടന്ന് ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ ഇടതും വലതുമായിട്ടുള്ള പ്രകൃതി രമണീയ ദൃശ്യങ്ങൾ കാണുക എന്നത് നാം ഒരു അത്ഭുത ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന അതേ പ്രതീതിയാണ് നമുക്ക് നൽകുക. ഗോൾഡൻ ബ്രിഡ്ജിൽ നിന്നും ധാരാളം ഫോട്ടോകളും എടുത്ത് ഒപ്പം അവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ മതിവരുവോളം ആസ്വദിച്ച് നാം കുറേ കൂടെ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ നാം എത്തിച്ചേരുന്നത് ഈ സൺ വേൾഡിൻ്റെ മറ്റൊരു വശത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു മായ ലോകത്തേക്കാണ്. നാം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പുഷ്പങ്ങൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന വിവിധ കാഴ്ചകളാണ് കാണാൻ സാധിക്കുക. എങ്ങും പ്രകൃതി രമണീയമായ അതിമനോഹര ദൃശ്യങ്ങൾ. ഇവിടെ നിന്നും നാം നോക്കുമ്പോൾ സൺ വേൾഡിൻ്റെ മായാലോകം നമ്മുടെ കണ്ണിൽ അനാവരണം ചെയ്യപ്പെടുകയായി. കുറെ കൂടി നാം മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ നടപ്പാതയുടെ വലതുവശത്തായി വളരെയേറെ കളക്ഷൻസ് ഉള്ള ഒരു സോവനിർ ഷോപ്പ് നമുക്ക് കാണാവുന്നതാണ്. നാം ആ സോവനിർ ഷോപ്പിനെയും മറികടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ നാം എത്തിച്ചേരുക അതിമനോഹരമായി നിർമ്മിച്ചൊരുക്കിയ ഒരു സൗധത്തിൻ്റെ അറ്റത്തേക്കാണ്. നമ്മുടെ ടൂർ ഗൈഡ് വിയറ്റ്നാമിൻ്റെ പതാകയുമേന്തി നമ്മയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഇവിടെയുള്ള മറ്റൊരു മനോഹര കാഴ്ചയിലേക്കാണ് ഇനി നാം പോകാനുള്ളത്. അത് മറ്റൊന്നുമല്ല, ഈ ഗോൾഡൻ ബ്രിഡ്ജിനോട് അനുബന്ധമായി സൃഷ്ടിച്ച് ഒരുക്കിയിരിക്കുന്ന മറ്റൊരു മനോഹരമായ പൂന്തോട്ടത്തിലേക്കാണ്. വിവിധ ഇനം പൂന്തോട്ടങ്ങൾ കൊണ്ട് ധാരാളമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു മനോഹര പൂന്തോട്ടത്തിലേക്കാണ് ഇപ്പോൾ നാം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മലയിടുക്കുകളിൽ മനോഹരമായി ഡിസൈൻ ചെയ്ത് ഒരുക്കിയിരിക്കുന്ന പൂന്തോട്ടമാണ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുക. പൂത്തുലഞ്ഞു നിൽക്കുന്ന ധാരാളം വിവിധ ഇനം വൃക്ഷങ്ങളും പൂച്ചെടികളുമാണ് നമ്മുടെ ഇരുവശത്തായി നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ നാം നടന്ന് മുന്നോട്ടെത്തുമ്പോൾ ആനന്ദം കൊണ്ട് നൃത്തമാടുന്ന ഒരു കുരങ്ങൻ്റെ
രൂപമാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുക. സന്തോഷം കൊണ്ട് മതിമറന്ന് തുള്ളിച്ചാടുന്ന ഒരു കുരങ്ങൻ്റെ രൂപം. അവിടെ നിന്ന് നാം കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ എങ്ങും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുന്നത്. ഈ മനോഹരമായ കാഴ്ചകൾ കാണാൻ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ തരക്കാരായ ധാരാളം ടൂറിസ്റ്റുകളാണ് ഓരോ ദിവസവും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ബാന ഹിൽസിൽ എത്തുന്ന ആയിരക്കണക്കിന് ആളുകളിൽ എല്ലാവരും നിശ്ചയമായും വന്ന് കാണുന്ന ഒരു അത്ഭുത കാഴ്ച കൂടിയാണ് ഈ പൂന്തോട്ടം എന്നത്. ഇവിടെ വിവിധ പ്രായക്കാർ, വിവിധ ദേശക്കാർ, വിവിധ ഭാഷക്കാർ എന്നിങ്ങനെ വിവിധ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് ഇവിടെ എത്തുന്ന ഓരോ യാത്രികനും. പുഷ്പങ്ങളെപ്പോലെ തന്നെ ഇവിടെയുള്ള മനോഹരമായ പൂന്തോട്ടങ്ങളെ പോലെ തന്നെ അത്ര മനോഹരമാണ് ഇവിടെ എത്തുന്ന യാത്രക്കാരെ കാണാനുള്ള കാഴ്ചകളും. നാം അങ്ങനെ ഈ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇടതുവശത്തായി ഒരു വൈനറിയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ വൈനറിക്ക് മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് നാം കുറേ കൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിമനോഹരമായി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു തോട്ടത്തിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. പുഷ്പങ്ങളുടെയും ചെടികളുടെയും ധാരാളിമയാണ് നമുക്കിന്നും കാണാൻ സാധിക്കുക. വളരെ മനോഹരമായി പരിപാലിച്ചു വരുന്ന അത്യുഗ്രനായ ഒരു പൂന്തോട്ടം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാതെ മറ്റൊരു നിവൃത്തിയുമില്ല. ദൂരെ നിന്ന് തന്നെ സൂര്യകാന്തി ചെടി കൊണ്ട്, സൂര്യകാന്തി പൂകൾ കൊണ്ട് അലങ്കരിച്ച ഒരു സ്ത്രീരൂപത്തെയും ഒരു സ്ത്രീയുടെ പ്രതിമയും നമുക്ക് ഈ തോട്ടത്തിന് നടുവിലായി കാണാൻ സാധിക്കുന്നതാണ്. എങ്ങും പൂക്കൾ കൊണ്ടുള്ള ഒരു മേളം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഓരോ ചെടിയുടെ അടുത്തും ഓരോ പൂവിൻ്റെ അടുത്തും നിന്ന് ഫോട്ടോ എടുക്കുന്ന ധാരാളം ടൂറിസ്റ്റുകൾ, കുട്ടികളും മുതിർന്നവരും പ്രായം ചെന്നവരും കുടുംബവും സുഹൃത്തുക്കളുമായി ഇവിടെ എത്തുന്നവരും എല്ലാം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളിലൂടെ നടന്ന് ധാരാളം ഫോട്ടോകൾ എടുക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടും ധാരാളം ഫോട്ടോകളും എടുത്തും ഇവിടെ എത്തുന്ന വിവിധ രാജ്യക്കാരായ യാത്രികരെ ഒക്കെ കണ്ട് നാം ഇപ്പോൾ ഇവിടെ നിന്നും തിരികെ കേബിൾ കാറിൽ നമ്മുടെ സഞ്ചാരം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും താഴേക്ക് ഈ ബാന ഹിൽസിൻ്റെ ബേസ് സ്റ്റേഷനിലേക്ക് എത്തണമെങ്കിൽ കുറേയേറെ ദൂരം നാം കേബിൾ കാറിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. അങ്ങനെ കേബിൾ കാറിൽ യാത്ര തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊപ്പം 2 കുടുംബത്തിലെ വിയറ്റ്നാംകാരും നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊപ്പം ഈ വിയറ്റ്നാമിനെയും ഈ വിയറ്റ്നാമിൻ്റെ മനോഹര കാഴ്ചയും ഒക്കെ കണ്ട് നാം ഈ കേബിൾ കാറിൽ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിർമ്മിച്ചതുമായ അനേകം മനോഹരമായ സൗധങ്ങളാണ് നമ്മുടെ കൺമുൻപിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഒന്നിനു പുറകെ ഒന്നായി ഒഴുകിയെത്തുന്ന കേബിൾ കാർ നമ്മുടെ കണ്ണിനും മനസ്സിനും ആനന്ദമേകുന്നതാണ്. ധാരാളം ടൂറിസ്റ്റുകളെ വഹിച്ചുകൊണ്ട് ഈ ബാന ഹിൽസിലേക്കും ഈ ഗോൾഡൻ ബ്രിഡ്ജിലേക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള സൺവേൾഡ് എന്ന മായാലോകത്തിലേക്കും എത്തുന്ന ധാരാളം കേബിൾ കാർ ഒന്നിനു പുറകെ ഒന്നായി അനധിദൂരത്തിൽ നിന്നും യാത്ര ചെയ്ത് മുകളിലേക്ക് എത്തുന്ന കേബിൾ കാർ നാം ഇരിക്കുന്ന കേബിൾ കാറിൽ നിന്ന് കാണുക എന്നത് തന്നെ വളരെ മനോഹരവും അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു കാഴ്ചയാണ്. ഒരു കേബിളിൽ
വിളക്കി പിടിപ്പിച്ചിരിക്കുന്ന 8 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു ബോക്സിനെയാണ് നാം കേബിൾ കാർ എന്ന് വിളിക്കുക. അനധിദൂരത്തിൽ നിന്നും ചക്രങ്ങളിൽ കറങ്ങി മുകളിലേക്കും അതുപോലെ തന്നെ താഴേക്കും സഞ്ചരിക്കുന്ന കേബിൾ കാർ പ്രകൃതിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു രീതി കൂടിയാണ്. കാരണം മരങ്ങൾക്കും പ്രകൃതിക്കും ചെടികൾക്കും ഒക്കെ വളരെയേറെ മുകളിലായി കേബിളുകളിൽ സഞ്ചരിക്കുന്ന ഇത്തരം വാഹനങ്ങൾ യാതൊരു കാരണവശാലും ഒരു മരത്തിനോ ചെടിക്കോ ഒരു ഹാനിയും വരുത്തുന്നില്ല എന്നതാണ് ഈ കേബിൾ കാറുകളുടെ ഒരു പ്രത്യേകത. വലിയ ഇരുമ്പ് തൂണുകളിൽ കെട്ടി നിർമ്മിച്ചിരിക്കുന്ന കേബിളുകളിലാണ് ഈ കാറുകൾ സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവിടെയുള്ള വനനശീകരണത്തിന് യാതൊരു സാധ്യതയും ഈ കേബിൾ കാറുകൾ നൽകുന്നില്ല. അത്രയേറെ ഉയരത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ ഈ ഉയരത്തിലിരുന്ന് കാണുന്ന ഈ ചില്ലുകൊട്ടാരത്തിൽ നിന്നും നമുക്ക് പ്രകൃതിയുടെ ഭംഗി അതുപോലെ തന്നെ ഒട്ടും കുറയാതെ ആസ്വദിക്കുക എന്നത് എത്ര വർണ്ണിച്ചാലും മതിവരാത്ത ഒരു മനോഹര അനുഭവം കൂടിയാണ്. കാരണം മുകളിലിരുന്ന് പ്രകൃതിയെ കാണുക, വിശാലമായ ക്യാൻവാസിൽ പ്രകൃതിയെ അനുഭവിച്ചറിയുക, പ്രകൃതിയുടെ മനോഹാരിത വിവിധ കോണുകളിൽ നിന്ന് കാണുക, ആസ്വദിക്കുക എന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര മനോഹരമായ ഒരു അനുഭവം കൂടിയാണ്. അനധിദൂരത്തിൽ പരന്നു കിടക്കുന്ന എങ്ങും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി കണ്ണിനും മനസ്സിനുമേകുന്ന സന്തോഷത്തിന് അതിരുകളില്ലാത്ത ഒന്നാണ്. ഉയരത്തിൽ കൂടി പോകുന്നു എന്ന ഒറ്റയൊരു കാരണത്താൽ തന്നെ അനധിദൂരത്തിൽ നമുക്ക് കാണുന്ന പ്രകൃതിയും കുന്നുകളും ഒക്കെ മഞ്ഞ് മൂടിയും മഞ്ഞിനാൽ ആവരണം ചെയ്യപ്പെട്ടും ഇരിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ കാഴ്ചകൾക്കുള്ള ഭംഗി കൂടെ കൂടെ കൂടുന്നതാണ്. ഇങ്ങനെ കേബിൾ കാറിൽ ഇരുന്നു കൊണ്ട് ഈ മനോഹരമായ പ്രകൃതിയുടെ ഈ മനോഹരമായ ഭൂമിയുടെ വീഡിയോകൾ എടുക്കുമ്പോൾ ഈ പ്രകൃതി എത്ര മനോഹരിയാണ് എന്ന് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് പലപ്പോഴും ഈ പ്രകൃതിയുടെ സൗന്ദര്യം നാം നശിപ്പിക്കുന്നില്ലേ എന്ന് ഒരു ആത്മശോധനയ്ക്കും ഇത് ഇടയാക്കുന്നുണ്ട്. നമ്മുടെ നാടുകളിൽ പുരോഗതി എന്നാൽ വനനശീകരണവും പ്രകൃതിയോടുള്ള അളവില്ലാത്ത അന്യായവുമാണ്. മലകൾ ഇടിച്ചും കുന്നുകൾ നിരത്തിയും തണ്ണീർ തടങ്ങൾ നികത്തിയുമൊക്കെയാണ് നാം പുരോഗതി എന്ന പേരിൽ പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നത്. എന്നാൽ ഉത്തരവാദിത്തമുള്ള ഇത്തരം രാജ്യങ്ങൾ പ്രകൃതിക്ക് യാതൊരു വിധ കോട്ടവും ഹാനിയും വരാത്ത രീതിയിലാണ് ഇവിടെയുള്ള ഓരോ നിർമ്മാണ പ്രവർത്തികളും നടത്തുന്നതും പ്രകൃതിയെ സംരക്ഷിക്കുന്നതും. റോഡിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും അവർ ഓരോ മരത്തെയും സംരക്ഷിക്കുന്ന രീതി കണ്ടാൽ നമുക്ക് അത് വലിയൊരു പാഠം തന്നെയാണ് നൽകുന്നത്. കാരണം ഓരോ വൃക്ഷത്തിനും അത്രയേറെ ആരാധനയാണ്, അത്രയേറെ ഇമ്പോർട്ടൻസാണ് ഇവിടുത്തെ ജനങ്ങൾ നൽകുന്നത്. 4 വശത്തു നിന്നും കൂടുകെട്ടി ഓരോ മരത്തെയും ഇവർ സംരക്ഷിക്കുന്നു. ഹൈവേക്ക് നടുവിലാണെങ്കിൽ കൂടി ഒരു മരം വന്നാൽ ഹൈവേ പോലും 2 സൈഡിലേക്കും തിരിച്ച് ആ മരത്തെ സംരക്ഷിക്കുന്ന ഒരു മനോഹരമായ രീതി ഈ ഹൈവേകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നാം കാണാറുണ്ട്. അപ്പോൾ തന്നെ അവരുടെ സിവിക് സെൻസ് ഇല്ലെങ്കിൽ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നതുമാണ്. ഇങ്ങനെ ഈ പ്രകൃതിയോടുള്ള ഈ വിയറ്റ്നാംകാരുടെ സ്നേഹവും ഇവിടെ
പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന വശ്യതയും സൗന്ദര്യവും പ്രകൃതി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നാം ഈ കേബിൾ കാറിലിരുന്ന് താഴേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മെപ്പോലെ തന്നെ അനേകം യാത്രികരാണ് മറ്റ് കേബിൾ കാറിലിരുന്നു കൊണ്ട് ഈ പ്രകൃതിയുടെ വിദൂരമായ കാഴ്ചകളും മനോഹരമായ ദൃശ്യങ്ങളും ആവോളം ആസ്വദിക്കുന്നത്. ഈ കേബിൾ കാറിൽ ഇരുന്ന് താഴേക്ക് ഇറങ്ങുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മുകളിലുള്ള അത്ഭുത ലോകവും അതിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് മനസ്സ് നിറഞ്ഞ് താഴേക്ക് ഇറങ്ങുന്ന സന്തോഷം, അതുപോലെ തന്നെ ഈ കേബിൾ കാറുകളിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന യാത്രികരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മായാലോകത്തെ കാഴ്ചകൾ കാണാനുള്ള തിടുക്കമാണ് അവരുടെ മുഖത്ത് പ്രതിഫലിക്കുക. അങ്ങനെ രണ്ടു കൂട്ടം ആൾക്കാരും ഒത്തിരിയേറെ കൗതുകത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഓരോ കേബിൾ കാറിലും ഇരുന്ന് ഇവിടേക്ക് സഞ്ചരിച്ചെത്തുക. കാരണം പ്രകൃതി ഒരുക്കുന്ന രമണീയമായ കാഴ്ചകൾ അത്ര മനോഹരമാണ് ഈ ബാണ ഹിൽസിന് മുകളിൽ നിന്ന് നമുക്ക് ദർശിക്കാനാവുന്നത്. ഇവിടെയുള്ള ഓരോ ചെടികളെയും അത്ര മനോഹരമായി സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഈ വനങ്ങളുടെ പച്ചപ്പ് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമുക്ക് എങ്ങും കാണാൻ സാധിക്കുക. അങ്ങനെ പ്രകൃതിയോട് വളരെ രമ്യതപ്പെട്ടുകൊണ്ടും പ്രകൃതിയെ വളരെ ഭംഗിയായി സംരക്ഷിച്ചുകൊണ്ടും ഇവിടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ ഇവർ കാണിക്കുന്ന തീക്ഷ്ണതയാണ് നമുക്ക് ഒരു പാഠമാകേണ്ടത്. മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം ഇവർ അത്ര കൃത്യമായി നിറവേറ്റുകൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും പ്രകൃതിയിൽ നമുക്ക് ലഭിക്കുന്ന പച്ചപ്പും പക്ഷികളുടെയും വന്യമൃഗങ്ങളുടെയും ശബ്ദവും ഒക്കെ കേട്ടുകൊണ്ട് നാം ഈ കേബിൾ കാറിലിരുന്ന് താഴേക്ക് സഞ്ചരിക്കുകയാണ്, ഈ പ്രകൃതിയുടെ ഭംഗി ആവോളം ആസ്വദിച്ചുകൊണ്ട്. അങ്ങനെ ഈ ബാണ ഹിൽസിലെ മനോഹരമായ കാഴ്ചകളും ഇവിടുത്തെ ഗോൾഡൻ ബ്രിഡ്ജിലെ അതിലും അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യവും ഒപ്പം ഇവിടെയുള്ള പഗോഡകളുടെ മനോഹരിതയും ഒക്കെ കണ്ടും ആസ്വദിച്ചും അങ്ങനെ ഇരിക്കുമ്പോൾ നാം സഞ്ചരിച്ചിരുന്ന കേബിൾ കാർ ഇപ്പോൾ ബാണ ഹിൽസിൻ്റെ ബേസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. ഇനി നമുക്കിവിടെ ഇറങ്ങണം. ഇവിടെ നിന്നും ബസ്സിൽ തിരിച്ച് ദനാങ് എന്ന മഹാനഗരത്തിലേക്ക് പോകാനും അവിടെ നമ്മുടെ രാത്രി ചിലവഴിക്കാനും. അങ്ങനെ ഇനി ഏതാണ്ട് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബസ് യാത്രയിലേക്ക് നാം കടക്കുകയാണ്. നമ്മുടെ ഹോട്ടലിൽ ചേരാനായി.